to moderate the Malayalam session. നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1541 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മളുടെ പ്രിയങ്കരനായ ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. സാറ് MD ഹോമിയോ, MSc സൈക്കോളജി, MSc യോഗ, റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി, കോട്ടയം. 45 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണ് സാറിനുള്ളത്. ഇതിനോടകം വളരെയധികം വിജ്ഞാനപ്രദമായ അനേകം ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തന്നിട്ടുള്ള സാറ് ഇന്ന് എടുക്കുന്ന വിഷയം എങ്ങനെ ഒരു നല്ല ഹോമിയോപ്പതി ചികിത്സകനാകാം, അതിൻ്റെ കൂടെ ചികിത്സാനുഭവങ്ങളും. ഈ ക്ലാസ് എടുക്കുന്നതിലേക്കായി ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറിനെ ആദരപൂർവം ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. നിറഞ്ഞ ബഹുമാനപ്പെട്ട നമ്മുടെ IFPHന്റെ പ്രവർത്തകരെ, ഇവിടെ കൂടിയിരിക്കുന്ന, ഇത് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാ ഹോമിയോപ്പതി സ്നേഹികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായിട്ട് ദൈവത്തിനും അതുപോലെ തന്നെ സാമൂഹികന്മാരും അതുപോലെ എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കും അതുപോലെ എനിക്ക് മാർഗദർശനം നടത്തിയ എൻ്റെ മെൻറ്റേഴ്സിനും അതുപോലെ തന്നെ എൻ്റെ വെൽവിഷേഴ്സിനും എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്ന വിഷയം എങ്ങനെ നമുക്ക് ഒരു നല്ല ഹോമിയോപ്പതി ഡോക്ടറാകാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ്. അപ്പം സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാവല്ലോ. എൻ്റെ ഹോസ്റ്റ് ആണല്ലോ ഞാൻ. അതെ സാർ, അതെ സാർ. ഒന്ന് ട്രൈ ചെയ്യട്ടെ. എന്തെങ്കിലും വിഷമം വന്നാൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. സാർ ശ്രമിച്ചോ. ഷെയർ ആയില്ല, നടുക്ക് ആ ഷെയറിന്റെ ഓക്കെ വരുന്നുണ്ട് സാറേ. റെഡി വന്നോ? വന്ന് ഇനി സാറങ്ങ് അന്നേരം സ്റ്റാർട്ട് ചെയ്യാമല്ലോ. കുഴപ്പമില്ല, തുടങ്ങിക്കോ സാറേ. അന്നേരം എല്ലാ ഡോക്ടർമാരെ കുറിച്ചല്ല, ഹോമിയോപ്പതി ഡോക്ടർമാർ ഒരു പ്രത്യേക രീതിയിലാണ്. മറ്റേത് നമുക്ക് അറിയാം, ഒരു ഡോക്ടറുടെ അടുത്ത് പോയാൽ അത് അവരൊരു മെഷീൻ പോലെയാണ്. ഒരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് ഒന്നും അവർ സാധാരണ സ്ഥാപിച്ച് കാണാറില്ല അധികം ആൾക്കാർ. അത് വേറെ ചിലരൊക്കെ ഉണ്ട്, അവർ വളരെയധികം വളരെ കാര്യമായിട്ട് തന്നെ എല്ലാം ശരിക്കും ശ്രദ്ധിക്കുകയും വേണ്ടിയ തരത്തിൽ നമ്മളെ പരിഗണിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ചിലരങ്ങനെയൊന്നുമല്ല. അതായത് എനിക്ക് ഒരു 48 വർഷത്തെ പരിചയമുണ്ട്. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ പല ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്, പലരുമായിട്ട് പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലായത്, അതായത് ഹോമിയോപ്പതി ഡോക്ടർമാർക്കൊരു പ്രത്യേക ചില കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വെറുതെ ഒരു മെഷീൻ പോലെ ഇരുന്ന് കേൾക്കുകയല്ല, നമ്മുടെ മാനുഷികമായ മൂല്യങ്ങളൂടെ കണക്കിലെടുത്താണ് രോഗികൾ നമ്മളെ വരുന്നത്. വെറും മരുന്ന് മാത്രമല്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, മരുന്നും മന്ത്രവും തന്ത്രവും വേണം, ഇതെല്ലാം കൂടെ കൂടിയാണ്. ഏതായാലും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കടക്കാം. ഞാനൊരു 45 അല്ലെ 50 മിനിറ്റ് 10 മിനിറ്റ് ഡിസ്കഷനാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ആഡ് ചെയ്യാനോ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ചോദിക്കാം ഇതിൻ്റെ അവസാനത്തെ സമയത്തിൽ. അപ്പം അന്നേരം അത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം ആദ്യം നമുക്ക് സ്ലൈഡ് ഷെയർ ചെയ്യാം. ഓക്കെ, കാണാമല്ലോ? താങ്ക് യു. എൻ്റെ വോയിസ് ഒക്കെ കേൾക്കാമല്ലോ? ശരിക്കും എല്ലാം കറക്റ്റാണ്. എല്ലാം കറക്റ്റ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം അന്നേരം എനിക്കൊരു വിഷനുണ്ട്. അതായത് പുതിയ സബ്ജക്റ്റൊക്കെ പഠിക്കുക,
അതുപോലെ പുതിയ സ്കിൽസ് പഠിപ്പിക്കുക, ഹോമിയോപ്പതി, സോഫ്റ്റ് സ്കിൽസ്, സൈക്കോളജി, അതുപോലെ കൗൺസിലിങ്, ഇതൊക്കെ പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് എൻ്റെ ഒരു മിഷന്. അതുപോലെ ഒരു വിഷനുണ്ട്, അതുപോലെ തന്നെ ഒരു മിഷനുണ്ട്. യൂസ് ദിസ് നോളജ് ഫോർ ദി സഫറിങ് ഹ്യൂമാനിറ്റി, അപ്ലിഫ്റ്റ് ദം ഫിസിക്കലി, മെൻ്റലി ആൻഡ് എമോഷണലി. ഇത് ആകുന്ന അത്രയും വെറും ഹോമിയോപ്പതി ഡോക്ടർമാരെ മാത്രമല്ല, സാമാന്യ ജനങ്ങളെ കൂടെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു മിഷനുണ്ട്. ഞാൻ ഇടയ്ക്ക് അത് ചെയ്യാറുണ്ട്. എൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് വന്നാൽ തന്നെ ഞാൻ ആദ്യം തന്നെ പറയും എന്താണ് ഹോമിയോപ്പതിയും ബാക്കിയുള്ള സിസ്റ്റംസും തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവർ കൂടുതൽ ചോദ്യം ചോദിച്ചാൽ കൂടുതലും അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ കേസ് ടേക്കിങ്ങിലോട്ട് കിടക്കാറുള്ളൂ. നെക്സ്റ്റ് സ്ലൈഡ്. ഹാൻഡീസ് എന്നുള്ളത് തെറ്റാണ്, അത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്ന. ഹാൻഡി ടിപ്സ് ഫോർ എ സക്സസ്ഫുൾ പ്രാക്ടീസ് എന്നാണ് എൻ്റെ. എങ്ങനെയാണ് നമ്മളൊരു ഹോമിയോപ്പതി ഡോക്ടർക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണർ ആകാൻ പറ്റുന്ന, ഒരു ഹോമിയോപ്പതി ഡോക്ടർ ആക്കാൻ പറ്റുമെന്നുള്ള ഇതാണ് എൻ്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. ആരെങ്കിലും ഒന്ന് വായിക്കുമോ? ഹലോ, ആർക്കെങ്കിലും ഒന്ന് വായിക്കാവോ, കാണാവോ? ഈ സ്ലൈഡാണോ സാർ? അതെ അതെ, ഓരോ സ്ലൈഡും വായിച്ചു. ആർക്കെങ്കിലും ഒരാൾ തന്നെ വായിക്കണമെന്നില്ല, ആരെങ്കിലും മാറി മാറി വായിക്കാം, നോ പ്രോബ്ലം. Success in homeopathic practice depends on your performance coupled with the utilization of tools, especially the application of body language. Using body language is not a one-sided affair. It is also important to recognize that the patient-physician confirmation involves a two-way exchange of non-verbal information. Success in homeopathic practice depends on your performance coupled with the utilization of tools. നമ്മളിപ്പം ആദ്യം തന്നെ നമ്മളൊരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. ആ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചെന്നാൽ ഉടനെ എന്നാ രോഗം എന്നാണെന്ന് ചോദിക്കേണ്ട. കുറച്ച് പ്രൈമറി ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. എസ്പെഷ്യലി ദി ആപ്ലിക്കേഷൻ ഓഫ് ബോഡി ലാംഗ്വേജ്. നമ്മൾ കാണുമ്പം തന്നെ നമുക്ക് ഒരു സംതൃപ്തി വരണം ഡോക്ടറെ കാണുമ്പം തന്നെ. അതിൻ്റെ ചിലർ താടിക്ക് കൈയും കൊടുത്തിരിക്കും, ചിലർ ചാരി ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. ഇപ്പം തന്നെ ചിലർ ഇരുന്നും കിടക്കുന്നു. ഇതിൻ്റെ അകത്ത് തന്നെ പലരും ഇരുന്നും കിടന്നുമൊക്കെ കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. അതൊക്കെ ഞാൻ ഇതിനോട് കൂടി പറയാം. യൂസിങ് ബോഡി ലാംഗ്വേജ് ഈസ് നോട്ട് എ വൺ സൈഡഡ് അഫെയർ. ഇത് രോഗിയുടെ മാത്രം, ഡോക്ടറുടെ മാത്രമല്ല, രോഗി എങ്ങനെയാണ് ഇരിക്കുന്നത് ഇതൊക്കെ ഹോമിയോപ്പതി മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ഒരു റാപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കണം. റാപ്പോർട്ട് നമ്മൾ ചുമ്മാ അവരുടെ പേര് ചോദിച്ചു, അവരുടെ വീട്ടുവിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഒരു ഫ്രണ്ട്ലി വേ ആയിരിക്കണം. ചിലർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ കേസ് എടുത്തു ഉടനെ തന്നെ കേസിൻ്റെ അകത്തോട്ട് പോവുക, ഓരോരോ എന്താണ് പറയുന്നത് എന്നുള്ളത് ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല, നമ്മൾ അവരോട് ആദ്യം ഒരു കുശലാന്വേഷണം, എങ്ങനെയാ വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അഥവാ വരുന്ന വഴിക്ക് വണ്ടി കിട്ടാൻ വിഷമമുണ്ടായിരുന്നു, ദാഹിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. ദാഹിച്ചൊക്കെയാണ് വരുന്നെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവര് ഒരു റാപ്പോർട്ട് നല്ലതാക്കി എടുക്കുക. ഇറ്റ് ഈസ് എവിടെ നിന്നാണ് വരുന്നത്, എത്ര ദൂരം, എങ്ങനെയാണ് എന്നൊക്കെ പറയുക, ഒരു കുശലാന്വേഷണം. ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു റെക്കഗ്നൈസ് ദാറ്റ് ദി പേഷ്യൻ്റ് ഫിസിഷ്യൻ confrontation involves a two-way exchange of non-verbal information. നമ്മൾ ഒരു 80% കൂടുതലും നമുക്ക് നോൺ വെർബലാണ്, വെർബലല്ല. വെർബൽ 7% മാത്രമുള്ള ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ശരീരഭാഷയിൽ കൂടാണ്. നമുക്കൊരാൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതെന്ന് നമ്മുടെ മുഖത്ത് നോക്കിയാൽ, നമ്മുടെ ആ പെരുമാറ്റം കണ്ടാൽ നമുക്കറിയാം ആൾക്ക് എങ്ങനെയുള്ള ആളാണ്, എങ്ങനെയാണ് അയാളുടെ പെരുമാറ്റം. ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പം വിചാരിക്കും,
രോഗികളല്ലേ, ഇതൊന്നും ആരും ഒന്നും ശ്രദ്ധിക്കത്തില്ല എന്ന് വിചാരിക്കും. പക്ഷെ എല്ലാവരും ഇതെല്ലാം ശ്രദ്ധിക്കും. നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്, ഇരിപ്പ് എങ്ങനെയാണ്, നടപ്പ് എങ്ങനെയാണ്, നമ്മളെങ്ങനെ പെരുമാറുന്നു, അതിലോട്ടൊക്കെ നമുക്ക് കടക്കാം. ഒന്ന് വായിക്കുമോ? Guidelines concerning use of each element of body language. The first impression. Keep a good attitude. Be retrospective and aware of your own body posture. First impressions are indelible. Even before your lips have parted and you have uttered the first word, the impression of the essence of your character has already axed its way in the mind of your patient. Guidelines concerning use of each element of body language. എല്ലാവർക്കും കേൾക്കാവോ? മനസ്സിലാകുന്നുണ്ടോ? സ്പീഡ് കൂടുതലോ കുറവായിട്ടോ ഉണ്ടോ? എല്ലാം കറക്റ്റാ സാറേ. ആണോ? ദി ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. അതുപോലെ നമ്മുടെ ഒരാളെ കാണുമ്പം നമ്മൾ ആദ്യമായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നതിന് വലിയ നഷ്ടമൊന്നുമില്ല. ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ രോഗിയെ റിസീവ് ചെയ്യുന്നതിനും വളരെയധികം ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ വലിയ പ്രയോജനമുണ്ട്. കീപ്പ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ്. എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. അതായത് ചിലപ്പോൾ പേഷ്യൻറ്റിന് ചിലപ്പോൾ നമ്മളോട് ഒരു പ്രത്യേക തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ പോലും നമ്മൾ സംവേദനം പാലിക്കുകയും നമ്മളെപ്പോഴും കഴിയുന്നതും ഹാപ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യണം. ചില ഡോക്ടർമാരൊക്കെ ഉണ്ട്, വേണേ വന്നാൽ മതി, വേണേ മരുന്ന് മേടിച്ചാൽ മതി, എനിക്ക് നിർബന്ധം ഇല്ല എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റമുള്ളവരും ഉണ്ട്. ഞാൻ ആരെയും ഇവിടെ ഇരിക്കുന്നവരെയല്ല, ചിലരെയൊക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ബി റെട്രോസ്പെക്റ്റീവ് ആൻഡ് അവെയർ ഓഫ് യുവർ ഓൺ ബോഡി പോസ്റ്റർ. നമ്മളിങ്ങനെ ഇപ്പം നമ്മളൊരാൾ ഇരിക്കുകയാണ്, ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കുക, എനിക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ഇരിക്കാൻ പാടില്ല. അതുപോലെ ഇങ്ങനെ ഇരിക്കാം, പല പൊസിഷനിൽ ഇരിക്കാം. പക്ഷെ നമ്മുടെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ചിലരൊക്കെ നമ്മൾ കാണാം, നമ്മുടെ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ, ചിലർ വീട്ടിൽ തന്നെ ക്ലിനിക്കുള്ളവരുണ്ട്, വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ടും ചെന്നിട്ട് പേഷ്യൻറ്റിനെ അങ്ങനെ ചെയ്യരുതെന്നാണ് ചിലരൊക്കെ ചെയ്യാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ഒരിക്കൽ ഇങ്ങനെ നിന്നപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു, എന്നോട് തന്നെ ചോദിച്ചു, എന്തിയാ ഡോക്ടർ എന്തിയെന്ന് ചോദിച്ചു. ഞാനൊരു കൈലിയൊക്കെ കൊടുത്ത് അങ്ങനെ അവിടെ നിൽക്കുകയായിരുന്നു. ഒരു സൺഡേ ആയിരുന്നു, വീട്ടിലാണ് വന്നത്. പക്ഷേ ഡോക്ടർ അകത്തുണ്ടെന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ എടുത്തു വന്നപ്പം ഇത് തന്നെയാണോ ഡോക്ടർ എന്ന് എന്നോട് ചോദിച്ചത്. അതായത് നമ്മുടെ ആ ഇംപ്രഷൻ കഴിയുന്നതും ഉണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരാൻ പറയണം. അല്ല നമ്മൾ ചിലപ്പം വീട്ടിലുള്ള ഡ്രസ്സും ഒക്കെ എടുത്ത് വളരെ ഈസി ആയിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും പേഷ്യൻ്റ് വരുന്നത്. ഒരിക്കൽ ഒരു കുറച്ച് പോലീസുകാരും ഒക്കെ ആയിട്ട് ഒരു ജീപ്പ് വന്നു, ഒരു ഗവൺമെൻറ് വണ്ടി വന്നു. അന്നേരം ഞാൻ വീട്ടിലിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം അവർ വന്നിട്ട് ചോദിച്ചു, എന്ത് ചെയ്യും ഡോക്ടർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ഇപ്പം വരും, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പുറം ഇവിടെ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നപ്പം അവിടുത്തെ ഈ ഹൈക്കോർട്ടിലെ മജിസ്ട്രേറ്റ് ഒക്കെ ഇതായിട്ട് വന്നതാണ്, പോലീസുകാരൊക്കെ. ഞാനങ്ങ് പേടിച്ചു പോയി. എന്നാൽ നമ്മളങ്ങനെ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ചിലപ്പം ഹാർഷായിട്ടൊക്കെ നിന്ന് പേഷ്യൻറ്റിൻ്റെ ഒരു ഇമ്പ്രഷനൊന്നും വരികയില്ല. എന്നാലും വിളിച്ചിട്ട് വരാൻ പറയണം. അത് എല്ലാ പ്രാവശ്യവും പറ്റിയല്ല, എങ്കിലും കഴിയുന്നതും അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് റെഡി ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. ഈവൻ ബിഫോർ യുവർ ലിപ്സ് ഹാവ് പാർട്ടഡ് ആൻഡ് യു ഹാവ് uttered the first word, the impression of the essence of your character has already axed its way into the mind of your patient. നമ്മൾ ആദ്യം കാണുമ്പം തന്നെ നമ്മുടെ ആ പ്രവർത്തിയിൽ തന്നെ പേഷ്യൻറ്റിന് ചിലതൊക്കെ ഗ്രഹിക്കാൻ പറ്റും. യെസ്, കുഴപ്പമില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മരുന്ന് വർക്ക് ചെയ്തെങ്കിൽ പോലും എൻ്റെ ഒരു പേഷ്യൻ്റ് പോലും എന്നോട് ചോദിക്കാതെ വെളിയിൽ പോയിട്ടൊരു മരുന്ന് കഴിക്കുക, ഒരു പാരാസിറ്റമോളോ വേറെ എന്തെങ്കിലും ഒരു മരുന്ന് കൂടി എന്നോട് കഴിക്കാതെ എന്നോട് ചോദിക്കാതെ, അതൊരു കോൺഫിഡൻസ് ആണ്. അപ്പം നമ്മുടെ അന്നേരം ഒരു കോൺഫിഡൻസ് ലെവൽ കാണുമ്പോൾ പേഷ്യൻ്റ് തന്നെ ഒരു തൃപ്തി വരണം. എങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത്, നിൽക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്,
ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് വായിക്കുമോ? Vocabulary for successful communication. Taking coat off, taking sunglasses off, moving closer but not too close, leaning forward, uncrossed legs, handy tips for a successful practice. ഇതാണ് വൊക്കാബുലറി ഫോർ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക മാത്രമല്ല, നമ്മുടെ ബോഡി ലാംഗ്വേജിലൊക്കെ ഒരുപാട് കാര്യമുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ഓവർകോട്ടൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര ചൂടൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഏപ്രിൽ ഇടരുതെന്നല്ല പറയുന്നത്, ഏപ്രിൽ ഇടാം. ഓവർകോട്ട് ഉണ്ടെങ്കിൽ ഒക്കെ അൺനെസസറി ആയിട്ടുള്ള സ്റ്റൈലൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നല്ല ഡ്രസ്സൊക്കെ എടുക്കണം, ഇടുക തന്നെ ചെയ്യണം. ഓവർകോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഊരാം, പക്ഷേ ഏപ്രിലാകാം. ടേക്കിംഗ് സൺഗ്ലാസ് ഓഫ്, ചിലർ എപ്പോഴും സൺഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഗ്ലാസ് ഒക്കെ ഒന്ന് എടുക്കുക. മൂവിങ് ക്ലോസർ ബട്ട് നോട്ട് ടു ക്ലോസ്, അപ്പം ഇച്ചിരി അടുത്തിരിക്കാം, എന്ന് വെച്ചാൽ തീരെ അടുത്താകരുത്. അപ്പം അതൊക്കെ പേഷ്യൻറ്റിന് ഒരു ഇച്ചിരി ഇറിറ്റബിലിറ്റി ഉണ്ടാകും. മൂവിങ് ക്ലോസർ ബട്ട് നോട്ട് ടു ക്ലോസ്, ഒത്തിരി അടുക്കരുത്, ഒത്തിരി അകലുകയും ചെയ്യും. ലീനിങ് ഫോർവേഡ്, ഇച്ചിരി ഇങ്ങനെ ഇരിക്കണം, മുന്നോട്ട് ആഞ്ഞിരിക്കണം. അല്ലാതെ ചുമ്മാ ഈസി ആയിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമോ ഒന്നും ചെയ്യണം. അതൊക്കെ ഒരു ഓക്വേർഡാണ്. അൺക്രോസ്ഡ് ലെഗ്സ്, ഹാൻഡി ടിപ്സ് ഫോർ എ സക്സസ്ഫുൾ പ്രാക്ടീഷണർ. ലെഗ്സ് ഇങ്ങനെ, അതായത് ഞാനൊന്നും സ്വീകരിക്കുന്നില്ല, പറയുന്നൊന്നും കേൾക്കുന്നില്ല എന്നുള്ള ലെഗ്സ് ക്രോസ് ചെയ്താൽ ഓപ്പൺ ആയിട്ടിരിക്കണം. ഹാൻഡും ഒന്നും ക്രോസ് ചെയ്തിരിക്കാൻ പാടില്ല. അതൊരു ഇതായിട്ടിരിക്കണം, ക്ലോസ്ഡ് രീതി ആയിരിക്കണം. നമ്മൾ സ്വീകരിക്കുന്ന, നമ്മൾ കേൾക്കുന്നുണ്ടെന്നുള്ള ഒരു മട്ടിലിരിക്കണം എപ്പോഴും. നെക്സ്റ്റ് ഇതൊന്ന് വായിക്കുമോ? 6. Arms gently crossing lower body. 7. Repeated glances. 8. Open lipped smiling. 9. Open hands with palms visible. 10. Small upper or inward smile. 11. Erect body stance. 12. Hands open, arms extended, eyes wide alert. ആംസ് ജെന്റ്ലി ക്രോസിംഗ് ലോവർ ബോഡി, ഇങ്ങനെ താഴെ കൈ ഇങ്ങനെ ലോവർ ബോഡി വെക്കാം. റിപ്പീറ്റഡ്. പിന്നെ ഓപ്പൺ ലിപ്ഡ് സ്മൈലിംഗ്, ചെറിയൊരു പുഞ്ചിരിയാണ്. കാന്ന് ചിരിക്കാനുണ്ടോ പറഞ്ഞ്, ഒരു ചെറിയൊരു പുഞ്ചിരിയാണ്. ഓപ്പൺ ഹാൻഡ്സ് വിത്ത് പാം വിസിബിൾ, കൈ ഇങ്ങനെയൊന്നും കെട്ടിയിരിക്കരുത്, ഇങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ ഓപ്പൺ, ഇങ്ങനെ ഇരിക്കാം. ഒരു ചെറിയ സ്മൈൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് അല്ല, ഒരു മിനിമം, ഒരു മീഡിയം ടൈപ്പിൽ. എറക്ട് ബോഡി സ്റ്റാൻസ്, ശരിക്കും നേരെ ഇരിക്കണം. പിന്നെ ഹാൻഡ്സ് അപ്പോൺ ആംസ് എക്സ്റ്റെൻഡഡ്, ഐ വൈഡ് ആൻഡ് അലർട്ട്. നമ്മൾ കാണുമ്പം തന്നെ ഒരു ഐ കോൺടാക്ട് ഒക്കെ കാണുമ്പം തന്നെ, അതായത് വല്ലയിടത്തോട്ട് നോക്കിയിട്ട് ഞാനിങ്ങനെ ഇരുന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താകും, ഞാനിങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് പറയാം, അങ്ങനെ പറയാം. അങ്ങനെ വല്ലയിടത്തോട്ട് ഒന്നും നോക്കിയിരിക്കരുത്, നമ്മൾ നേരെ നോക്കി അവരുടെ ഓപ്പൺ ഹാൻഡ്സ് ആയിരിക്കണം, എക്സ്റ്റെൻഡഡ് ഐ വൈഡ് ആയിരിക്കണം, അലേർട്ട് ആയിരിക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വായിക്കുമോ? 13. Lively and bouncy voice, well modulated. 14. Slightly titled head. 15. Sitting in front portion of chair with tipper torso forward. 16. Hand to cheek gesture. 17. Stroking chin or pulling beard. ലവ്ലി ആൻഡ് ബൗൺസി വോയിസ്, ഒരുമാതിരി നല്ല, ചിലരുടെയൊക്കെ വേസ് കേട്ടാൽ നമുക്ക് നല്ല ഒരു അട്രാക്ഷൻ തോന്നും. എന്നാലും ഒരു കണ്ടമാനം പരിമിതമായിട്ട് സംസാരിക്കരുത്. മോഡുലേഷൻ ചെയ്യണം, കൂട്ടിയും കുറച്ചൊക്കെ സംസാരിക്കണം. എംഫസിസ് ചെയ്യേണ്ടടുത്ത് എംഫസൈസ് ചെയ്ത് സംസാരിക്കണം. നേരെയല്ല, ഇച്ചിരി വേണേൽ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കാം.
സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദി പോർഷൻ ഓഫ് ചെയർ, മുമ്പിലോട്ട് കയറിയിരിക്കണം കസേരയുടെ. പിന്നെ ഹാൻഡ് ടു ചീക്ക് ജസ്റ്റർ, പിന്നെ ഇങ്ങനെ കഴിയുന്നത് ഇരിക്കരുതെന്നാണ് പറയുന്നത്. സ്ട്രോക്കിംഗ് ചെയർ ഓർ സ്ട്രോക്കിംഗ് ചിൻ ഓർ പുള്ളിങ് ബിയർ, താടിയൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. ചിലരുണ്ട് ഇങ്ങനെയൊക്കെ തിരുമ്മി ചില ഗോഷ്ഠികളൊക്കെ കാണിക്കും. അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. Dress and appearance. A neat, clean and iron dress appropriate to the profession of a doctor projects an elegant image. Never wear anything sloppy, tight or revealing to the patient. ഇത് നമ്മൾ ഇരിക്കുന്നതിനും നിൽക്കുന്നതിനും ഒക്കെ വളരെയധികം പ്രശ്നമുണ്ട്. ഡ്രസ് ആൻഡ് അപ്പിയറൻസ്. ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഫസ്റ്റ് അപ്പിയറൻസ് ഇസ് ദി ഫസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ ഒരു ഡോക്ടറാണെന്ന് തന്നെ തോന്നണം. നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് അയൺ. ചുമ്മാ ചവിട്ടിപ്പറിച്ച് ഡ്രസ്സൊന്നും ചെയ്യാതെ, അയണിങ് ഒന്നും ചെയ്യാതെ, തേക്കാതെ ഒന്നുമുള്ള ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ടിരിക്കരുത്. ഞാൻ ആദ്യം ഒന്നും ഇത്ര ശ്രദ്ധിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ചില ഫ്രണ്ട്സും ചില റിലേറ്റീവ്സും ഒക്കെ എന്നെ എപ്പോഴും ഒരു ദിവസം നല്ല ഡ്രസ്സ് ഇട്ടോണ്ടും വന്നില്ലെങ്കിൽ അവരെന്നെ സ്കോഡ് ചെയ്യും. അതുകൊണ്ട് ഞാനതൊരു സ്ഥിരമാക്കി. നല്ല ഡ്രസ്സ് ഇട്ടോണ്ടേ വരത്തുള്ളൂ തീർച്ചയായിട്ടും. അതുപോലെ ചിലരുണ്ട് വീട്ടിൽ തന്നെ ക്ലിനിക്കുള്ളവരുണ്ട്. മീൻ വെട്ടിയേച്ചോ അല്ലെങ്കിൽ വേറെ വീട്ടിലെ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പേഷ്യൻ്റ് വന്നാൽ ഓടി വരും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചുള്ള ആ ഇംപ്രഷനെ അന്നേരം തന്നെ അവർക്കറിയാം, ഇതൊരു സൈഡ് ബിസിനസ്സാണ്. ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് കൂട്ടും. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ആ പറയുന്ന സമയത്ത് പേഷ്യൻറ്റിനെ നോക്കുക എന്ന് പറഞ്ഞാൽ എമർജൻസി കേസ് നോക്കരുതെന്നല്ല, പക്ഷേ അന്നേരം വെൽ ഡ്രസ്ഡ് ആയിട്ട് നിൽക്കുക. ആ ടൈമിന് എഴുതി വെച്ച സമയത്ത് കറക്റ്റ്, അതായത് പർട്ടിക്കുലർ സ്ട്രിക്ട്നെസ് പാലിക്കുക, ഡിസിപ്ലിൻ പാലിക്കണം. നമ്മൾ ഒരു സമയം എഴുതി വെച്ച ആ സമയത്തിന് അവിടെ ക്ലിനിക്കിൽ കാണും. കുറച്ച് സമയം ഉണ്ടെങ്കിൽ ആ കുറച്ച് സമയം എഴുതി വെക്കുക, പക്ഷെ ആ സമയത്തിന് നമ്മൾ അവിടെ കാണും. അല്ലെങ്കിൽ അത് പേഷ്യൻറ്റിൻ്റെ ബാഡ് ഇംപ്രഷൻ ഉണ്ടാകും. ഡോക്ടർ പ്രൊജക്ട് ആൻഡ് എലിഗൻറ്റ് ഇമേജ്. ഇത് കണ്ടു കഴിയുമ്പം തന്നെ, നമ്മളെ കാണുമ്പം തന്നെ, മുന്നേ കാണുമ്പോഴേ ഊരിലെ പഞ്ഞം അറിയാമെന്ന് പറഞ്ഞ മാതിരി ഒരു മനുഷ്യൻ്റെ ഡ്രസ്സും അവൻ്റെ അപ്പിയറൻസും ഒക്കെ ആ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അവൻ എന്തുമാത്രം സിൻസിയറാണ്, എന്തുമാത്രം വളരെയധികം ഇംപ്രഷൻ ഉണ്ടാക്കുന്നതാണ്. നെവർ ബിയർ എനിത്തിങ് സ്ലോപ്പി, ടൈറ്റ് ഓർ റിവീലിംഗ് ടു ദി പേഷ്യൻറ്റ്. അതായത് നമ്മൾ ഇപ്പം നമ്മൾ ഇപ്പം ഇവിടെ തന്നെ ഇരിക്കുമ്പം നമുക്ക് ചിലപ്പോൾ ബനിയനൊക്കെ ഇങ്ങനെ കൈയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ വെളിയിലോട്ട് വരും. അതുപോലെ തന്നെ പല തരത്തിൽ ഉള്ള ഇത് കാണാം. പലരും ചിലർ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെ ഇരുന്നിട്ടിടും. കേസ് എടുക്കുമ്പോഴും അങ്ങനെയൊക്കെ ചിലർക്ക് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. ഇഷ്ടമൊക്കെ വേറെ, പക്ഷേ പേഷ്യൻ്റ് അടുത്തിരിക്കുമ്പോൾ നമ്മൾ മാന്യമായിട്ടിരിക്കണം. അതുപോലെ വളരെ ലൂസായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടരുത്, വളരെ ടൈറ്റായിട്ടും ഇടരുത്. ഒരു മീഡിയം ടൈപ്പ് കണ്ട വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടണം. ബോഡി പോസ്റ്റർ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. ഒന്ന് വായിക്കോ. Solar means yes, sit squarely in relation to the patient. O, open position. L, lean slightly towards the patient. E, eye contact. R, relax. ഇതിന് എളുപ്പത്തിന് ഓർക്കാനാണ് സോളിയർ മീൻസ് യെസ്, സിറ്റ് സ്ക്വയർലി ഇൻ റിലേഷൻ ടു ദി പേഷ്യൻറ്റ്. പേഷ്യൻറ്റിനെ അഭിമുഖീകരിച്ചിരിക്കണം. നമ്മൾ ചിലപ്പോൾ വലത്തുവശത്ത് ഉണ്ടാക്കാൻ വേണ്ടി നേരെ ഇരിക്കാം. പക്ഷേ അതിനൊരു അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാകും. ഓപ്പൺ പൊസിഷൻ, എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കരുത്. അതായത് ഇങ്ങനെ ക്രോസ് ചെയ്തിരിക്കരുത്, കാല് ക്രോസ് ചെയ്തിരിക്കരുത്, ഓപ്പൺ ആയിട്ടിരിക്കണം. ലീൻ സ്ലൈറ്റ്ലി ടുവേഴ്സ് ദി പേഷ്യൻറ്റ്. പേഷ്യൻറ്റിൻ്റെ എന്ന് വെച്ചാൽ മുട്ടിയല്ല, ഒരു മിനിമം അകലം പാലിച്ച് ഇരിക്കണം. എന്ന് കൂടുതൽ ദൂരമല്ല. ഐ കോണ്ടാക്ട്, എങ്ങോട്ടേലും നോക്കി എന്നേലും നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും? ഒരിക്കലുമില്ല. അതുകൊണ്ട് അവരുടെ കണ്ണിൽ തന്നെ നോക്കി ഇങ്ങനെ സംസാരിക്കണം. പിന്നെ വളരെ റിലാക്സ് ആയിരിക്കണം. നമ്മൾ വളരെ ടെൻസ് ആണെങ്കിൽ അന്നൊരു 5 മിനിറ്റ്സ് ക്വിക്ക് റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ബോഡി നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ടൈ ഉണ്ടെങ്കിൽ ടൈയോ ഷർട്ടിൻ്റെ ബട്ടൺസോ ഒക്കെ ഇച്ചിരി ഊരിയിട്ടിട്ട് ഇങ്ങനെ ക്വിക്ക് റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് പറയും. കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുക,
എന്നിട്ട് വലിഞ്ഞു മുറുക, അയയുക, വലിഞ്ഞു മുറുക, അയയുക. അതായത് ഒരു റിലാക്സേഷൻ ടെക്നിക്കാണ്. ഈ യോഗ പ്രാക്ടീസിലുള്ള റിലാക്സേഷൻ ടെക്നിക്കാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ വളരെ ടെൻസാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം ചുമ്മാ ഇരിക്കുക, അടച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രണ്ടിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കാണുമല്ലോ, അത് അവിടെ പോയിട്ട് കുറച്ചു നേരം അവരുമായിട്ട് ഇരിക്കുന്നതായിട്ട് നമ്മുടെ മനസ്സിൽ വിചാരിക്കുക. വിചാരിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു വരിക. ഒരു 5-10 മിനിറ്റ്. പിന്നെ ഫ്രഷായി കഴിയുമ്പോൾ റിലാക്സേഷനോടുകൂടി ഒരിക്കലും ഒരു ടെൻഷൻ പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്യണം. വളരെ റിലാക്സ് ആയിട്ട് മാത്രമേ പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്യാവൂ. വായിക്കോ? Touch helps the patient to know that you consider him as a person. A pat on the back, a slight touch on the shoulder can be reassuring to the patient. അതായത് ചിലരൊക്കെ ഉണ്ട്, ചില ഹോമിയോപ്പതിക്കാർ ഒരു ടോർച്ചോ ഇതിനിടയ്ക്ക് ഞാൻ കയറി പറയുക, അത് പോയിന്റ് ഞാൻ ഇതിൻ്റെ അകത്ത് കൂട്ടിയിട്ടില്ല. എക്സാമിനേഷൻ ഓഫ് ദി പേഷ്യൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് സിംറ്റംസ് കൊണ്ടാണ് നമ്മൾ കൂടുതൽ സബ്ജക്റ്റീവ് സിംറ്റം കൊണ്ടാണ് നമ്മൾ കൂടുതൽ ഹോമിയോപ്പതിക്കാർ ചെയ്യുന്നെങ്കിലും അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അവരെ ഒന്ന് മുട്ടുക, അതുപോലെ അവരെ ഒന്ന് ചെക്ക് ചെയ്യുക, അത് ഒന്ന് സ്റ്റെതസ്കോപ്പ് ഒന്ന് വെച്ച് നോക്കുക, ഒന്ന് തെർമോമീറ്റർ വെച്ച് ടെമ്പറേച്ചർ നോക്കുക, പിന്നെ ഏതെങ്കിലും ENT സെറ്റോ അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെച്ചൊന്ന് പരിശോധിക്കുക. ഇതൊക്കെ പേഷ്യൻറ്റിന് വളരെ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നത്. അതുപോലെ അവരെ ഒന്ന് ടച്ച് ചെയ്യുക, ഒന്ന് പൾസ് ഒന്ന് പിടിച്ച് നോക്കുക. വേണേലും വേണ്ടേലും അനാവശ്യമായിട്ടൊന്നും ടച്ച് ചെയ്യരുത്, ആവശ്യത്തിന് വേണ്ട ടച്ചിങ് ആകാവുള്ളൂ. അപ്പം അത് പ്രധാനപ്പെട്ടാണ്. ടച്ച് ഹെൽപ്പ് ദി പേഷ്യൻറ്റ് ടു നോ ദാറ്റ് യു ആർ കൺസിഡർ ഹിം ആസ് എ പേഴ്സൺ. നമ്മൾ അവരെ ഒരാളെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായി. പാറ്റ് ഓൺ ദി ബാക്ക്, ഇങ്ങനെ ഒന്ന് തപ്പാം. പിന്നെ ലൈറ്റ് ടച്ച് ഓൺ ദി ഷോൾഡർ, ഇങ്ങനെ ഒന്ന് പോകുന്ന വഴിക്ക് എല്ലാം കുറേ കൂടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഡോണ്ട് വറി, ഇങ്ങനെ തോടയിലൊന്ന് തട്ടിയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പേഷ്യൻ്റ്. എൻ്റെ ഒരു ഡോക്ടറുണ്ട്, ഞാൻ ഒരു 2 മാസം 3 മാസം പോകുമ്പോൾ ഒരു ഡോക്ടർ വിജയ് പണിക്കർ, പുള്ളി ലീലാവതി ഹോസ്പിറ്റലിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്, മലയാളിയാണ്, ബോംബെയിൽ. എപ്പോൾ പോയാലും ഇങ്ങനെ പിടിച്ച് തോടയ്ക്ക് തട്ടിയിട്ട് എടുത്തു. ഡോണ്ട് വറി, യു വിൽ ബി ഓൾ റൈറ്റ്, ദിസ് ഈസ് പണിക്കേഴ്സ് എക്സ്ട്രാ ദിസ് കെയർ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ഒരു തമാശയൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോകും. നമുക്ക് വളരെ സന്തോഷം തോന്നും. ഞാൻ അങ്ങേരിൽ നിന്ന് പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം പോലെ പേഷ്യൻ്റാണ്. ഒരു സമയത്ത് രാവിലെ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ 8 മണിക്ക് പോയാൽ 12 മണിക്ക് പുള്ളിയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ, വിളിച്ചിട്ട് പോയാൽ പുള്ളി അത്രയ്ക്ക് തിരക്കാണ്. അതുപോലെ നമ്മൾ പിടിച്ചു നോക്കുക, പൾസ് ഒന്ന് നോക്കുക, അതിന് പോകാൻ നേരത്ത് ഒന്ന് കയ്യിലൊക്കെ പിടിച്ചൊന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താലൊക്കെ ചില പേഷ്യൻസിന് വളരെയധികം ഇത് കിട്ടും. ചെയ്യുന്നില്ലല്ലോ എനിക്ക് തന്നെ. സോറി, പോയല്ലോ. താഴോട്ട് ക്ലിക്ക് ചെയ്യ് സാറേ. ശരിയാണോ? വന്നോ? കുറച്ചായി പോയി തോന്നുന്നു. കാണാവോ? കാണാം, പക്ഷെ ഫോളോ അപ്പ് പേഷ്യന്റിലാ വന്നിരിക്കുന്നത്. ഇല്ല, നേരത്തെ കണ്ടിന്യൂഷൻ അല്ല, അല്ലേ? കുറച്ചും കൂടെ മുകളിലോട്ട് പോകണം. ഓക്കെ. കുറച്ചും കൂടെ. കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. ടച്ച് അവിടെ വരെ ആയിരുന്നു, ഇനി അടുത്ത്. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഒന്ന് വായിക്കുവോ? Barriers. Communicate barrier-free patient with the patient.
If you want an unconstrained conversation, get rid of any obstacles. ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ Barriers. വാരിയേഴ്സ് ഉണ്ടെങ്കിൽ Coming- ഫ്രീ വിത്ത് ദി പേഷ്യൻറ്റ് ഇഫ് യു വാണ്ട് ആൻ കൺസ്ട്രെയിൻഡ് Constraint. കോൺവെർസേഷൻ ഗെറ്റ് റിഡ് ഓഫ് എനി ഓബ്സ്റ്റക്കിൾസ്. നമ്മൾക്ക് ഒരു തടസ്സം ഉണ്ടാകരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിലോ ചോദിക്കണേലോ പറയാനോ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ന്യൂ ജനറേഷൻ ഓൾഡായ പേഷ്യൻറ്റിനോടും ചോദിക്കുക മെൻസസിൻ്റെ കാര്യം. അതായത് എന്നെ പലരും വിളിച്ച് സംശയം ചോദിക്കാറുണ്ട്. ഒരു ദിവസം ഒരു 10 അല്ലേ ഒരു 15 അല്ലേ 20 25 വരെ ആൾക്കാർ ഒരു ദിവസം എന്നെ വിളിക്കും ഡൗട്ട്. എന്നാലും ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ മിക്കവാറും പറയാറുണ്ട് മെൻസസിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ ചോദിച്ചില്ല, സെക്സിനെ കുറിച്ച് ചോദിച്ചാൽ മടിയാ. നമ്മളെല്ലാം ചോദിച്ചിരിക്കണം. ഒരു പേഷ്യൻറ്റിൻ്റെ നമ്മുടെ അടുത്ത് ഒരു ഫ്രണ്ട്ലി വേ ആയിരിക്കണം. ഒരിക്കൽ നമ്മൾ ഇതൊക്കെ ചോദിച്ചാൽ നമ്മൾ വിചാരിക്കും അവർക്കൊക്കെ പിടിച്ചില്ലെങ്കിൽ എന്നായി, അതൊക്കെ പണ്ടാണ്. ഇന്നങ്ങനെയൊന്നുമില്ല. പേഷ്യൻ്റെ വിവരങ്ങൾ കൂടുതൽ തിരക്കുന്നവർക്ക് കൂടുതൽ ഇഷ്ടമാണ്, വേറെ ആരും തിരക്കാതില്ല. എന്നാലും ഞാൻ പലപ്പോഴും ചോദിക്കുമ്പം പേഷ്യൻ്റ് തന്നെ ഇങ്ങോട്ട് പറയും, ഡോക്ടറെ ഇതേവരെ ആരും ഇതൊന്നും ചോദിച്ചില്ല. ഒരു ഹോമിയോപ്പതി ഡോക്ടർ പോലും പലരുടെ അടുത്ത് പോയി ഇതേവരെ ആരും ചോദിച്ചില്ല എന്ന് പറയും. നമ്മളെല്ലാം ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആകണമെന്ന് നിർബന്ധമില്ല. സെക്കൻഡ് വിസിറ്റ്, തേർഡ് വിസിറ്റ് ഒക്കെ ആകാം. അന്നേരം നമ്മുടെ അതുപോലെ നമ്മൾ ഒരു വളരെ ഇത് സൗണ്ടുള്ള റോഡിന് സൈഡൊക്കെയാണ് ക്ലിനിക്കിലെങ്കിൽ കഴിയുന്നതും നമ്മൾ ഡോറൊക്കെ അടച്ചിട്ട് കഴിയുന്നിടത്തോളം. ഞാനാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളാണെങ്കിൽ പ്രായം കുറഞ്ഞവരാണ് 2 പേരെ ഇരുത്തും, അല്ലെങ്കിൽ പേഷ്യൻ്റെ നമ്മൾ പലതും ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ പല സീക്രട്ടും കാണും. നമ്മളന്നേരം അവരുമായിട്ട് കൂടുതൽ സമ്പാദിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ പേഷ്യൻ്റ് വെളി സൈഡിൽ നിൽക്കുകയാണെങ്കിൽ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കേസ് ടേക്കിങ്ങിന് വേണമെങ്കിൽ അവരോട് പറയുക ഒരു പ്രത്യേക സമയം വെക്കുക, ആ സമയത്ത് അവർ വരാൻ പറയും. അന്നേരം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടില്ല, നമുക്ക് ചോദിക്കാനും ബുദ്ധിമുട്ടില്ല. ചിലരുണ്ട് എപ്പോഴും മരുമകളും മായമ്മയും മരുമകളും ഒന്നിച്ചു വരുന്നെങ്കിൽ എല്ലാം പറ്റും പറയാൻ. അപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ എല്ലാം പറ്റും തുറന്ന് പറയാൻ. അങ്ങനെ നമ്മൾ എന്തെങ്കിലും അതിനൊരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റണം. അത് പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ്. നെക്സ്റ്റ്, Facial expression. A pleasant smile with a twinkle in your eyes will convey the impression that chatting will be a pleasant experience. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ചെറിയ പുഞ്ചിരി, അതിനധികം റിസ്ക് ഒന്നുമുള്ള കാര്യമല്ല. ചുമ്മാ ഒന്ന് ചിരിക്കുക, ചെറിയ പുഞ്ചിരി. കണ്ണിൽ നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാകും. ഈ പടത്തിൽ കാണുമ്പോൾ കാണാം ഡോക്ടറുടെ ചെറിയ പുഞ്ചിരി ഒരു വളരെ പ്ലസന്റ്, വളരെ സംതൃപ്തി തരുന്നതാണ്. ഒരാൾ ചുമ്മാ നമ്മൾ വഴിയെ പോകുന്ന ഒരാളോട് ചുമ്മാ ഒന്ന് ചിരിച്ചു നോക്കി, അവർ ചിരിക്കും. വളരെ എക്സ്പെൻസ് ഉള്ള ഒരു കാര്യമൊന്നുമല്ല ഒരു ചിരി. എല്ലാവർക്കും വളരെയധികം പോസിറ്റീവ് എനർജി ചെയ്യുന്ന ഒരു കാര്യമാണ്. Voice techniques. Then the pen is mightier than the sword, but the tongue is mightier than the pen. Humor enriches any conversation. Make jokes wherever necessary as they infuse liveliness in the interview. Jokes should not be too long to drive away the patient from the purpose of the conversation. They should evoke positively in the patient and not a feeling of hatred. Voice technique. The pen is mightier than the sword, but the tongue is mightier than the pen. പേന ഈ വാളിനെക്കാട്ടി വളരെ ശക്തമാണ്, പക്ഷേ അതിനെക്കാട്ടി ശക്തമാണ് നാക്ക്. അതായത് നമുക്ക് ചിലപ്പോൾ പറയാം അവൻ 2 തല്ലിയാലും കുഴപ്പമില്ല, അവൻ്റെ ആ പറച്ചില്ല എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞ മാതിരിയാണ്. അതുകൊണ്ട് നമ്മുടെ നാക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സംസാരം ഹ്യൂമറാകാം, തമാശയൊക്കെ പറയാം, പക്ഷെ അത് അതിര് കടന്നു പോകരുത്. അവർക്ക് രസിക്കുന്നതായിരിക്കണം. അതും വലിയ കൂടുതൽ സമയം എടുക്കരുത്. നമ്മളതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ സംസാരം ചിലപ്പോൾ കാട് കയറിയെന്നിരിക്കാം. അങ്ങനെ കാട് കയറുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അവരെ തിരിച്ച് നിങ്ങൾ പറഞ്ഞത് ഇന്നതല്ലേ, പാരാപ്രൈസ് എന്ന് പറയും. അതുപോലെ ഓരോ പ്രാവശ്യവും പേഷ്യൻ്റ് പറയുമ്പം അവർ പറഞ്ഞത് കറക്റ്റാണോ എന്നറിയാൻ നമുക്ക് വേണമെങ്കിൽ ഒന്ന്
വീണ്ടും അവരോട് നിങ്ങൾ പറഞ്ഞത് ഇതല്ലേ, തലവേദന ഇടത്തെ സൈഡ് തന്നെയല്ലേ, അതോ വലത്തെ സൈഡാണോ, ഇടത്തുനിന്ന് വലത്തോട്ട് പോയത് ഇത് തന്നെയല്ലേ, ഒന്ന് കൺഫേം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ സൈഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. ഇടത്തെ സൈഡാണോ വലത്തെ സൈഡാണോ അവരോട് പറയണം, കാണിക്കാൻ പറയണം നിങ്ങളുടെ അടുത്ത സൈഡ്. ചിലപ്പോൾ അടുത്ത സൈഡിന് വരാൻ അവർ വലത്തെ സൈഡാണ് പറഞ്ഞു പോകും, അറിയാതെ പറയുന്നതാണ്. ഫ്രണ്ടാണോ ബാക്കാണോ, ഇതെല്ലാം നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഹോമിയോപ്പതി. നമുക്ക് അവരോടൊരു ദേഷ്യം, ചിലപ്പോൾ പേഷ്യൻ്റ് വളരെയധികം. ഇപ്പം എനിക്ക് ഈ അടുത്ത കാലത്ത് ഒരു പേഷ്യൻ്റ് എന്നെ ഫോണിൽ വിളിച്ചു വെച്ചു, ഡോക്ടറെ ഒരു രോഗത്തിന് ചികിത്സിക്കുമോ? ഞാൻ പറഞ്ഞു ചികിത്സിക്കും. ഡോക്ടർ ഇതിനു മുമ്പ് ചികിത്സിച്ചിട്ടുണ്ടോ? ഉണ്ട്. കുറയ്ക്കാവുന്നുള്ള ഗ്യാരണ്ടി വല്ലതും ഉണ്ട്? ഞാൻ പറഞ്ഞു എനിക്ക് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല, അങ്ങനെ ഗ്യാരണ്ടിയോടത്ത് നിങ്ങൾ ഓടാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചില പേഷ്യൻ്റൊക്കെ നമ്മളോട് ഈ നെഗറ്റീവായിട്ട് ചോദിക്കും. നമ്മുടെ കൂടെ കോൺഫിഡൻസ് കളയുന്ന രീതിയിലുള്ള ചില പേഷ്യൻസ് ഉണ്ട്. നമ്മളോട് ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുന്ന രോഗികൾ. നമ്മൾ ഇറിറ്റേറ്റ് ആകാൻ പാടില്ല. സത്യത്തിൽ അവരോട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് നമുക്ക് ചെയ്യാവുന്നെങ്കിൽ ചെയ്യുക, പറ്റിയല്ലെങ്കിൽ പറ്റിയതെന്ന് തന്നെ പറയുക. പിന്നെ അതുപോലെ ഒരു പേഷ്യൻറ്റിനെ ഒരു ജീവകാലം മുഴുവൻ ചികിത്സിച്ചോണ്ടിരിക്കുന്നത്. നമ്മളൊരു ഒരു പർട്ടിക്കുലർ ടേമിനകം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവരെ റെഫർ ചെയ്യുന്നു, വേറൊരു ആടെ അടുത്തോട്ട് റെഫർ ചെയ്യുന്നു. അലോപ്പതിക്കാരിൽ എല്ലാവരും റെഫർ ചെയ്യും, പക്ഷെ നമ്മുടെ അവിടെ അനുമാനം കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് നമ്പർ 1. വേറെ ആർക്കും റെഫർ ചെയ്യുന്ന പരിപാടി വളരെ കുറവാണ് നമ്മുടെ ഹോമിയോപ്പതിയിൽ. നമുക്ക് പറ്റിയില്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കുക, വേറെ ആൾക്ക് നമ്മളെ കാട്ടി കൂടുതൽ അറിവുള്ള ഒരാൾക്ക് റെഫർ ചെയ്യുക, അല്ലാതെ വെച്ചോണ്ടിരിക്കുന്നു. അതുപോലെ നമുക്ക് പറ്റിയില്ലാത്ത ചില കേസുകളൊക്കെ ഉണ്ട്. ചില കേസുകളൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുകയില്ലെന്ന് തോന്നുന്നു, സർജിക്കൽ കേസ് അങ്ങനെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്യുക തന്നെ ചെയ്യും. സോക്കോൾഡ് സർജിക്കൽ കേസല്ല, അല്ലാതുള്ള സർജിക്കൽ കേസൊക്കെ റെഫർ ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിന് കൂടുതൽ ബെനിഫിറ്റ് വരും. ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും, ഡോക്ടറെ ഇത് ഇവിടെ എന്തുകൊണ്ട് മതിയാകുമോ, അതോ ഞാൻ വേറെ എവിടെയെങ്കിലും പോകണോ, വല്ല ഇൻവെസ്റ്റിഗേഷനും ചെയ്യണോ? ഇന്നത്തെ കാലത്ത് പേഷ്യൻ്റ് ഇതൊക്കെ ഗൂഗിളിൽ കൂടെ പഠിച്ചാ വരുന്നത്, എല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത്. ഒരുപക്ഷെ അവരെല്ലായിടത്തും പോയി പഠിച്ചതിന് ശേഷം ആ റിപ്പോർട്ടുമായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അന്നേരം നമ്മളിതെല്ലാം പഠിച്ചിരിക്കുക, നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കുക, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ പേഷ്യൻറ്റിനെ കൈകാര്യം ചെയ്യുന്നു അവര് നമ്മൾ ഒരു കോൺഫിഡൻസിൽ എടുക്കണം. എപ്പോഴും സംസാരിച്ച് മനസ്സിലായില്ല. പലപ്പോഴും ഹോമിയോപ്പതി എന്നാണെന്ന് അവർ ചിലപ്പോൾ ഇങ്ങോട്ട് ചോദിച്ചെന്നിരിക്കും. ചിലപ്പോൾ അവർ പറയും ഇതൊരു പ്ലാസ്റ്റികോപ്പതി ആണല്ലോ, ഇത് സയൻറ്റിഫിക് അല്ലല്ലോ. നമ്മൾ കൺവിൻസ് ചെയ്യുക നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. നമ്മൾ അതിനാണ് ഓർഗനോണം പഠിച്ചത്, ഇതൊക്കെ പഠിച്ചിരിക്കുന്നത്, ഇതിൻ്റെ ഫിലോസഫി ഇതൊക്കെ പഠിച്ചിരിക്കുന്നത്. നമ്മൾ അവരെ കൺവിൻസ് ചെയ്യണം. ഓക്കെ, ഒന്ന് വായിക്കുമോ? Body movement. Be expressive but without overloading. Be open but not to the point of being contrived and affected. Discontinue all unnecessary movements and try to relax, slow down and focus your movements. അന്നേരം ബോഡി മൂവ്മെന്റ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു പറച്ചിലിനെക്കാട്ടി വളരെയധികം, ഇപ്പൊ ഉദാഹരണത്തിന് ഇങ്ങനെ കാണിക്കുക, വളരെയധികം ഇമ്പോർട്ടൻ്റ്. ബോഡിയുടെ ലാംഗ്വേജിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ബി എക്സ്പ്രസീവ് ബട്ട് വിതൗട്ട് ഓവർ ഡൂയിങ്. ചുമ്മാ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാര്യമില്ല. ചിലർ കാണിക്കുന്ന കാണാം, ഇങ്ങനെ കാണിക്കുന്നൊക്കെ ഒരുപാട് പേരെ കാണാറുണ്ട്. പക്ഷെ അതിൻ്റെ ആ വേണ്ടിയ ഡോസ് സെലക്ട് ചെയ്യുന്നവട്ടാണ്. ഹോമിയോപ്പതി മരുന്ന് സെലക്ട് ചെയ്യുന്ന മാതിരി വേണമെങ്കിൽ മാത്രം, വേണ്ടിയെടുത്ത് മാത്രം, ഓവർ ആക്ഷൻ ആകാൻ പാടില്ല. ബി ഓപ്പൺ ബട്ട് നോട്ട് ടു ദി പോയിന്റ് ഓഫ് ബീങ് കോൺട്രിബ്യൂട്ട് ആൻഡ് അഫക്റ്റഡ്. ഓപ്പൺ ആകാം, പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറത്തോട്ട് പോയാൽ. ഡിസ്കണ്ടിന്യൂ ഓൾ അൺനെസസറി മൂവ്മെന്റ്സ് ആൻഡ് ട്രൈ ടു റിലാക്സ്, സ്ലോ ഡൗൺ ആൻഡ് ഫോക്കസ് യുവർ മൂവ്മെന്റ്സ്. ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് അപ്പുറത്തോട്ട് പോകാൻ പാടില്ല. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒന്ന് പോയാൽ നമുക്കൊരു രസം തോന്നുകയില്ല. ആ ലിമിറ്റിൽ ചെയ്യണം, എന്നാലും അത് രസമായിട്ട് തോന്നും. Space. A physician should not be afraid to take up some space when needed for the sake of data elicitation. For example, taking up space by sitting or standing with the legs apart signals self-confidence.
And that അവിടം വരെ കാണുന്നുള്ളൂ സാറേ. അത് ഇത് സാരമില്ല. സ്പേസ് നമ്മുടെ ഒരു ദൂരം പേഷ്യന്റിനെ ചെക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു ദൂരം കേൾപ്പിക്കും. ഡേറ്റ ചെയ്യുമ്പോഴും ഒരിച്ചിരി ദൂരത്തിലിരിക്കണം. അതുപോലെ പരിശോധിക്കുന്നതിനും ഒരു മര്യാദകളൊക്കെ ഉണ്ട്. അതിനപ്പുറത്തോട്ടൊന്നും പോകരുത്. ടേക്കിംഗ് അപ്പ് സ്പേസ് ബൈ സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ് ബൈ ലെഗ്സ് അപ്പാർട്ട് ആൻഡ് സിഗ്നൽ സെൽഫ് കോൺഫിഡൻസ്. നമ്മൾ നേരിട്ട് നിൽക്കുമ്പം തന്നെ നമ്മുടെ ഇരിപ്പിൽ തന്നെ നമുക്ക് ആ ഡോക്ടർക്ക് ഒരു കോൺഫിഡൻസ്, നമ്മുടെ സംസാരത്തിലും കോൺഫിഡൻസ് വേണം. പലപ്പോഴും ഞാൻ പലരും റെഫർ ചെയ്യുന്ന കേസിൽ കേട്ടിട്ടുണ്ട്, ഡോക്ടറെ അത് തന്നെ മതിയോ, ആ മരുന്ന് തന്നെ മതിയോ? നമ്മൾ പറഞ്ഞ് നമ്മൾ റെഫർ ചെയ്തിട്ട് റെപ്പർട്ടൈസ് ചെയ്ത് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ടാണ് പറയുന്നത്. ഒരു കേസ് ഞാൻ ചുമ്മാ റാൻഡമായിട്ട് പറയാറില്ല. എന്നാലും ഡോക്ടർ അത് തന്നെ മതിയോ ഡോക്ടറെ, മറ്റേതായാലുള്ള കുഴപ്പമെന്നാ, പിന്നെ അതങ്ങ് കൊടുത്താൽ പോരായിരുന്നു, നമ്മളോട് എന്തിനാ ചോദിക്കുന്നത്? അങ്ങനെയുള്ള കുറെ പേർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. ഹോമിയോപ്പതി പോലും ഒരു കോൺഫിഡൻസ് ഇല്ല. നമ്മുടെ മരുന്ന് കൊണ്ടൊക്കെ കുറയോ ഡോക്ടറെ, ഇങ്ങനെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആദ്യം ഒരു കോൺഫിഡൻസ് വരട്ടെ, എന്നാൽ എൻ്റെ വേറെയുള്ളവർക്ക് കോൺഫിഡൻസ് വരുള്ളൂ. സെൽഫ് കോൺഫിഡൻസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ നോട്ട് ഓൺലി ഹോമിയോപ്പതി, ഏതൊരു പ്രൊഫഷനാണെങ്കിലും സെൽഫ് കോൺഫിഡൻസ് വളരെയധികം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Follow-up patient. One of the ways to win the hearts of follow-up patient is to greet them as if they are your old friends. One of the criteria of follow-up should be change in the body language of a patient. അപ്പം അന്നേരം ഫോളോ അപ്പ് പേഷ്യൻ്റ്, ഇപ്പം നമ്മൾ സാധാരണ മിക്ക പേഷ്യൻസും വരും, രണ്ടാമത് ചോദിക്കും. ഞാൻ ചെയ്യാറുള്ളത് എന്നാണെന്ന് വെച്ചാൽ, പേഷ്യൻ്റ് എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും ഇടയ്ക്കിടയ്ക്ക്. അത് അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകാൻ വേണ്ടി. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് കണ്ടില്ലെങ്കിൽ, ഞാൻ ഇപ്പം എല്ലാവർക്കും ഫോണുണ്ടല്ലോ, ഫോണിൽ വിളിച്ച് ചോദിക്കുക എങ്ങനെയുണ്ട്, ഇന്നലെ ഞാൻ മരുന്ന് മേടിച്ചിട്ടോട്ട് കൂടുതലോ കുറവോ ഉണ്ടോ. ചിലർ പറയും ഹോമിയോപ്പതി മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൂടുമെന്ന് പറയും. കൂടാൻ ആദ്യം തരുന്നു, കൂടാനല്ല. കാരണം ചിലപ്പം ഒരു കുറവും ഉണ്ടായില്ലെങ്കിൽ, കുറവുണ്ടോ കൂടുതലും ആ ഡോക്ടറിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം. തീർച്ചയായിട്ടും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. വൺ ഓഫ് ദി വേ ടു വിൻ ദി ഹാർട്ട് ഓഫ് ദി ഫോളോ അപ്പ് പേഷ്യൻ്റ് ഈസ് ടു ഗ്രീറ്റ് ദം ആസ് ഇഫ് ദേ ആർ യുവർ ഓൾഡ് ഫ്രണ്ട്സ്. നമ്മൾ അവരുടെ ചില വീട്ടുകാർ, എൻ്റെ അടുത്തൊരു RMB ഉണ്ടായിരുന്നു. അയാൾ മരുന്ന് എടുക്കുമ്പം ചോദിക്കുന്ന വീട്ടിലെ കാര്യങ്ങളൊക്കെ, ആ പിള്ളാച്ചൻ, നിങ്ങളുടെ ചിറ്റപ്പൻ പിള്ളാച്ചനുണ്ടല്ലോ, അന്ന് ടൈഫോയിഡ് വന്ന്, പുള്ളി ഇപ്പം എവിടാ, ആർമിയിലാണ് ആണോ അതോ റിട്ടയർഡ് ആയോ വന്നോ, പുള്ളി ചോദിക്കുന്ന മുഴുവൻ വീട്ടുകാര്യങ്ങളാണ്. മരുന്ന് എടുക്കുന്നതിനിടയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ്. അന്നേരം എൻ്റെ മോൻ MBBS ചേരുന്നതിന് മുമ്പ് ഞാൻ അവിടെ പോയി കാറ് അവിടെ കൊണ്ട് നിർത്തിയിട്ട് എത്ര പേഷ്യൻ്റ് ഉണ്ടെന്ന് എണ്ണാൻ പറഞ്ഞു. ഒരു 10-35 പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും ചോദിച്ചു എന്തിനാ ഇവിടെ നിർത്തുന്നത് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു ഹൈക്കോയിൻ്റെ ഡിഗ്രി ഒന്നുമില്ല, എന്നാലും എത്ര പേഷ്യൻ്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. അപ്പം മരിച്ചുപോയി. എന്നാലും നമ്മുടെ പെരുമാറ്റം വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ അവരോട് ഒരു കുശലാന്വേഷണം നടക്കുക, അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ ചോദിക്കുക, അവരുടെ ജോലിയെക്കുറിച്ച് ചോദിക്കുക, ഇതൊക്കെ അവർക്കൊരു നല്ല ഇംപ്രഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. വൺ ഓഫ് ദി ക്രൈറ്റീരിയ ഓഫ് ദി ഫോളോ അപ്പ് ഷുഡ് ബി ചേഞ്ച് ദി ബോഡി ലാംഗ്വേജ് ഓഫ് എ പേഷ്യൻ്റ്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് വരുമ്പോൾ, പേഷ്യൻ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ അവരുടെ ഇത് എല്ലാം പറ്റും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയല്ല. എന്നാൽ അവരുടെ കേസ് റെക്കോർഡ് എടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ച് നോക്കണം. അവരുടെ ഫാമിലി, അതുപോലെ എത്ര പിള്ളേരുണ്ട്, ഇതൊക്കെ നമ്മൾ എടുക്കുമല്ലോ. എന്താണ് ജോലി, എവിടെ നിന്നാണ് വരുന്നത്, ഇതെല്ലാം. എന്നിട്ട് നമ്മൾ വരുമ്പോൾ പേഷ്യൻ്റെ പേരോടുകൂടി വിളിക്കുക. വളരെ സുഖം. എല്ലാവരുടെയും പേര് കേൾക്കാൻ അവർക്ക് ഇഷ്ടമാണ്. ആർക്കും നമ്മുടെ പേര് വിളിച്ചാൽ ഇഷ്ടമില്ലാഴി ആർക്കും ഇല്ല. അതുപോലെ പേഷ്യൻ്റെ അങ്ങേയറ്റം റെസ്പെക്ട് ചെയ്യുക. വെറും പേര് വിളിക്കരുത്. മിസ്റ്റർ, മിസ്സസ്, മാസ്റ്റർ, കുമാരി എന്നൊക്കെ വിളിക്കുക. അതായത് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടറാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആഹാരം കഴിക്കാൻ വക തരുന്ന സംഗതിയാണ്. അവരെ അങ്ങേറ്റത്തെ റെസ്പെക്ട് ചെയ്യാൻ, റെസ്പെക്റ്റോടുകൂടിയേ വിളിക്കാവുള്ളൂ. അതുപോലെ തന്നെ അവരോട് നല്ല മിതമായിട്ട്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വളരെ ക്ഷീണിച്ചായിരിക്കുന്നെങ്കിൽ ഫ്രഷപ്പ് ചെയ്യുക, റിലാക്സേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുക. എന്നിട്ട് ഇത് കഴിയുമ്പോൾ പേഷ്യൻറ്റിനോട് കുശങ്ങളൊക്കെ ഒരു പരിധി വരെ ഒക്കെ കാര്യങ്ങൾ ചോദിക്കുക. അതുപോലെ അവർ റിപ്പീറ്റിന് വരുമ്പോൾ ആ പേരെന്നാ, എന്നാ വന്നേ, ഇതൊന്നും ചോദിക്കരുത്.
അവരാരെങ്കിലും ഉണ്ട് കേസ് റെക്കോർഡ് നേരത്തെ എടുത്ത് നമ്മൾ അതിൻ്റെ അകത്ത് പഠിച്ചു വെക്കണം. എന്നാ വന്നത്, എത്രാമത്തെ പ്രാവശ്യം വരുന്നത്, ഇതെല്ലാം ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ. എന്നിട്ട് അവരോട് ചോദിക്കുക, പേര് വിളിച്ചിട്ട് വിളിക്കണം. എന്നാൽ അവർക്ക് സന്തോഷം. ഇതൊക്കെ ചെറിയ ചെറിയ പൊടിക്കൈയാണ്. ഓക്കെ, പിന്നെ നീങ്ങുന്നിട്ടുണ്ട് എൻ്റെ ശ്രദ്ധ. കുറച്ചുകൂടെ മുകളിലോട്ട് പോകണം സർ. ഇവിടാണോ? അത് കഴിഞ്ഞല്ലോ. സ്പേസ് കഴിഞ്ഞു, അതും കഴിഞ്ഞു. ഇനി അടുത്ത ഇനി റീകാപ്പേ ഉള്ളൂ. അത് ഇനി 10 മിനിറ്റേ ഉള്ളൂ തീരാൻ. ഐ തിങ്ക് സോ. നേരെ ഒന്ന് വായിക്കുവോ റീകാപ്പ് ഓഫ് ദി Recap സ്റ്റെപ്സ്? of steps. First impression, body posture, touch, dress and appearance, barrier, facial expression, voice impression. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ പറഞ്ഞു കഴിഞ്ഞു. ബോഡി പോസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. ടച്ച് പറഞ്ഞു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടൊന്നും ടച്ച് ചെയ്തേക്കരുത്. ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൽഡ് ടച്ച്, പുറത്തൊന്ന് കൊട്ടുകയോ ഒന്നിങ്ങനെ കൊട്ടുകയോ ഒക്കെ ചെയ്യാം. എൻ്റെ പൾസ് ഒന്ന് പിടിക്കാം, അങ്ങനെയൊക്കെ ഉള്ളൂ. ഡ്രസ് ആൻഡ് അപ്പിയറൻസ് അത് പറഞ്ഞു കഴിഞ്ഞു. നല്ല നീറ്റ് ആൻഡ് ബാരിയർ എന്നൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഫേഷ്യൽ എക്സ്പ്രഷൻ എങ്ങനെ വേണമെന്ന് പറഞ്ഞു. വോയിസ് മോഡുലേഷൻ എങ്ങനെ വേണമെന്ന് പറഞ്ഞു. Follow patience, space, body movement. അന്നേരം ഫോളോ അപ്പ് പേഷ്യൻ്റ് വരുമ്പം നമ്മൾ എല്ലാം ഡീറ്റെയിൽസ് ഒക്കെ നേരത്തെ ഒന്ന് കണ്ടുവെക്കുക. എന്നിട്ട് അവരുടെ പേര് വിളിക്കുക, അവരുടെ എന്നൊക്കെ നമ്മൾ അസുഖങ്ങൾ ഉണ്ടായിരുന്നെന്ന് നോക്കുക. അതുപോലെ തന്നെ അവർ ചിലപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയും. ചിലപ്പോൾ കുറഞ്ഞ കാര്യങ്ങളൊന്നും അവർ പറയില്ല, കൂടി നിൽക്കുന്ന കാര്യം പറയുള്ളൂ. അന്നേരം നമ്മൾ നേരത്തെ കുറിച്ചിട്ടതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചേക്കണം. അതൊന്ന് നോക്കണം. ഏതൊക്കെ സിംറ്റമാണ് നേരത്തെ പറഞ്ഞത്, ഏതൊക്കെ ഡിസീസാണ് പറഞ്ഞത്, ഏതൊക്കെയാണ് കുറയാത്തതെന്ന്. പിന്നെ സ്പേസിനെ കുറിച്ച് പറഞ്ഞു. കൂടുതൽ അടുക്കുകയും കൂടുതൽ അകലെയും ചെയ്ത് ബോഡി മൂവ്മെന്റ്സ് എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ്, ആർക്കെങ്കിലും ഇത് ക്വസ്റ്റ്യൻ ആൻസറിന്റെ സമയമാണ്. ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. ആർക്കെങ്കിലും പുതിയ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇനി ഒരു 5-8 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എത്രയായി? 10-19. 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റ് ചെല്ലുവാനുണ്ട്. ആർക്കെങ്കിലും എന്തായാലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം, ചോദിക്കാം, പറയാം. സാറിന്റെ സ്ക്രീൻ അങ്ങ് ഓഫ് ചെയ്തല്ലോ സാറേ? ചെയ്യാം, ചെയ്തേക്കട്ടെ. നല്ല കാണുമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് താങ്ക് യു കൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു വെരി മച്ച്. എല്ലാവരും കേട്ടോണ്ടിരുന്നവർക്കെല്ലാം ഒരു ഹൃദയം നിറഞ്ഞ നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇത്ര സമയം കേട്ടോണ്ടിരുന്നത്. സ്ക്രീൻ ഷെയറിങ് എവിടെ? സ്റ്റോപ്പ് ഷെയർ. ഇവിടെ ഉണ്ട്, മുകളിലുണ്ട്. ആയല്ലോ, വന്നല്ലോ. വന്നു. ഇനി ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ഇതിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനോ അതുപോലെ ഇതിനോട് ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം, അൺമ്യൂട്ട് ചെയ്ത് തരാം. സമയം കളയുന്നത് നമുക്ക് 10 മിനിറ്റ് ഉള്ളു. കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഏതായാലും ഞാൻ പറഞ്ഞ കറക്റ്റ് സമയത്തിന് തന്നെ തീർത്തു. 10-15 മിനിറ്റാ പറഞ്ഞത്. അതെ, സാറ് വാക്ക് പാലിക്കും. ഇനിയിപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഡോക്ടർ ധനേശിനൊന്നും പറയാനില്ലേ? ചോദിക്കാനും പറയാനും ഇല്ലേ? ഇല്ലേ ആ സ്ഥലത്ത്? ചിലപ്പോ കാണാൻ സാധ്യതയില്ല. ഫോൺ ചെയ്ത് വെച്ചിട്ട് പോയെന്ന് തോന്നുന്നു. കേട്ടാ ഓടി വരും. ഏലിയാമ്മ ജോർജ് ഡോക്ടറിന് എന്തെങ്കിലും പറയാനുണ്ടോ? അഡ്മിറ്റ് ചെയ്യാം. ലതാ മനോഹരൻ പറയാനുണ്ടോ? ഇതിൻ്റെ അകത്തുണ്ടല്ലോ. ഉണ്ട്, ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സാറേ. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. ഡോക്ടറെ അത് കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം. ഡോക്ടറുടെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറുടെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒത്തിരി 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 നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ഡോക്ടർ പറയുന്നതിനും അപ്പുറത്തേക്ക് ആ വാക്കുകൾ എത്തുന്നുണ്ട്.
പറഞ്ഞോളൂ. ആ പിന്നെ പറയാൻ നല്ല ക്ലാസ് ആയിരുന്നു. ഇപ്പം ഡോക്ടർ ഇപ്പം പറഞ്ഞു തന്നത്, നമ്മൾ ഒരു ഡോക്ടർ ഒരു പേഷ്യന്റ് നമ്മുടെ റൂമിലോട്ട് വന്ന ഉടനെ അവരെ എങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്യണം, ഉടനെയൊക്കെയാണ് നമ്മൾ രീതി, അവരെ ടച്ച് ചെയ്യേണ്ട രീതി, പിന്നെ റെഫർ ചെയ്യണം. അത് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ ഒരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ സാധാരണ റെഫർ ചെയ്യാറില്ല. നമുക്ക് അതൊരു പോരായ്കയായിട്ടാണ് തോന്നുന്നത്. നമ്മളെക്കാട്ടി അറിവുള്ളവർ വേറെ അങ്ങനെ ഒരു തോന്നൽ പൊതുവേ എല്ലാവർക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിങ്ങനെ പല കേസുകളും റെഫർ ചെയ്തിട്ടുണ്ട് നേരത്തെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ അധികം പ്രാക്ടീസ് ചെയ്യുന്നില്ല, ആരോഗ്യ ഡോക്ടർ എവിടാ പ്രാക്ടീസ് പ്രശ്നങ്ങളുള്ള. ചെയ്യുന്നത്? ഞാൻ എവിടാ? ചങ്ങനാശ്ശേരിയിലാണ് ഡോക്ടർ. ചങ്ങനാശ്ശേരി എവിടെ? പെരുന്നേല്. ഓക്കെ. ഉം. എന്നെ ആ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. പെരുന്നേലാണ് എന്നെ ആ കണ്ടു. ഞാൻ ക്ലാസ് ആ, എടുക്കാൻ ഉണ്ട് വന്നിട്ടുണ്ട് ചങ്ങനാശ്ശേരി. ഉണ്ട് അതല്ല, കണ്ടിട്ടുണ്ട്. 10-15 വർഷം മുമ്പ്. ആ ഉം. നന്ദി ഡോക്ടറെ. നന്ദി. ഇത്രയേ ഉള്ളൂ എനിക്ക്. ആ ഇനി ആരെങ്കിലും ചോദിക്കാനുണ്ട് ജയലളിത ഡോക്ടർ. ചോദിച്ചോട്ടെ. വളരെ സന്തോഷം ഡോക്ടറെ കണ്ടതിൽ. കുറുപ്പ് സാറേ, നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരുപാട് അറിവ് കിട്ടി. അപ്പൊ നമ്മളിപ്പോ റെഫർ ചെയ്യുമ്പോൾ ചില ഡോക്ടേഴ്സ് ഇന്ന കേസുകൾ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ചില ഡോക്ടേഴ്സ് തിരിച്ച് നമുക്ക് റിപ്ലൈ തരാറുണ്ട്. ചില ഡോക്ടേഴ്സ് അത് മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് ഒരിത്. എന്നാലും നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഡോക്ടറിന് നമ്മളോടുള്ള ഒരു ഇതുണ്ടാവും, ഒരു വില ഉണ്ടാവും. നമ്മൾ റെഫർ ചെയ്യുമ്പോൾ സോ ആൻഡ് സോ കേസ് ഈസ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിപ്ലൈ കിട്ടാറുണ്ട്. ഒന്ന്. രണ്ടാമത് ഡോക്ടർ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന കൂട്ടത്തിൽ ഒരു പല ടൈപ്പ് പേഷ്യൻസ് നമ്മളുടെ ക്ലിനിക്കിലേക്ക് വരാറുണ്ട്. പല ടൈപ്പ് പേഷ്യൻസ് ഉണ്ടാവും. അതില് ചില പേഷ്യൻസ് ചിലൊരു വൾഗർ സ്വഭാവം കാണിക്കുന്നവരും ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ ഇരിക്കണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. പുരുഷന്മാര് ചിലവര് വന്നിട്ടുണ്ടെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ കാണാറുണ്ട്. എല്ലാവർക്കും ഉണ്ടോന്ന് എനിക്കറിയില്ല. ചില കേസുകൾ അങ്ങനെയുള്ള പേഷ്യൻസും ഉണ്ടാവും. അങ്ങനെ വരുമ്പോ ഞാൻ കൊടുക്കാറ് ഹേമസ് ആണ്. അത് കൊടുത്തു കഴിയുമ്പോ പിന്നത്തെ പ്രാവശ്യം ആ സൂക്കേട് നിൽക്കും. നല്ല രീതിയിൽ പിന്നെ പെരുമാറും അവര്. അങ്ങനെയുണ്ട്. പിന്നെ എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. അല്ലെങ്കിലും കുറുപ്പ് സാറിന്റെ ക്ലാസ് ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. നല്ല വാല്യുബിൾ ആയിട്ടുള്ള ടിപ്സും കിട്ടാറുണ്ട്. നല്ല ക്ലാസ് ആണ്. ഓക്കെ ഡോക്ടറെ, താങ്ക് യു. നന്ദി ജയലളിത ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ഇനി പറയാനുണ്ടെങ്കിൽ ആർക്കും സംസാരിക്കാനില്ലെങ്കിൽ ഇനിയും 5-10 മിനിറ്റ് ഉണ്ട്. അത് ഞാനങ്ങ് സംസാരിക്കും. നന്നാകട്ടെ സാറേ, നഷ്ടപ്പെടുത്തണ്ട. ആർക്കെങ്കിലും സംസാരിക്കാനുണ്ട് സംസാരിച്ചോണം. അല്ലെങ്കിൽ ഈ ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ്. നമസ്കാരം സാറേ, ഡോക്ടർ അനിൽകുമാർ. ആ അല്ല, സാറ് ഇപ്പൊ പറഞ്ഞല്ലോ വളരെ പഞ്ച്വാലിറ്റി ആയിരിക്കണം, കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഉം. അപ്പൊ നമ്മൾ വളരെ ഇപ്പം എന്റെ കൺസൾട്ടേഷൻ തുടങ്ങുന്ന 7:30 മണിക്കാണ്. ഞാൻ കൃത്യമായിട്ട് 7:30-ക്ക് റെഡി ആയിരിക്കുമ്പം ഉം. ചില ദിവസം ആളുകൾ വരൂല. ഉം. 12 മണി വരെ കൺസൾട്ടേഷൻ. കൃത്യം 12-ന് ഒരു 10 മിനിറ്റ് ഉള്ളപ്പോ ഒരു 10-15 പേര് വന്ന് കയറിയാൽ എന്ത് ചെയ്യും സാറ്? എല്ലാ ഡോക്ടർമാർക്കും ഉള്ളതാണ്. അപ്പൊ അവര് പറയുന്ന, ഞാന് ഒരു ദിവസം എന്റെ സിറ്റി ക്ലിനിക്കിൽ ഇരുന്നപ്പോഴത്തേക്കും 8 മണി വരെയാണ് കൺസൾട്ടേഷൻ. അന്ന് വൈകിട്ട് ഒരു 4-5 പേരെ വന്നുള്ളൂ. ഒരു 7:45 തുറന്നു നോക്കിയപ്പോ ഒരു 15 പേര് ഇരിപ്പുണ്ട്. അപ്പൊ 15 പേർക്ക് ഞാൻ ചോദിച്ചു, പിന്നെ എന്താണ് നിങ്ങൾ ഇത്രയും താമസിക്കാൻ കാര്യം? അത് ഡോക്ടർ ഇവിടെ വന്ന എപ്പോഴും തിരക്കാണ്, അതുകൊണ്ട് ഞങ്ങൾ അവസാനം വരാന്ന് വെച്ചു. ഞാൻ ഇറങ്ങിയപ്പോൾ മണി 10:30, വീട്ടിൽ എത്തിയപ്പോൾ 11:15, 12 മണിക്ക് കിടന്ന് വീണ്ടും 6 മണിക്ക് ഉണർന്നാലിന്റെ അടുത്ത കൺസൾട്ടേഷൻ തുടങ്ങാൻ പറ്റും. അപ്പൊ അങ്ങനെ എല്ലാ ഡോക്ടർമാർക്കും ഈ പ്രശ്നമുണ്ട്. പേഷ്യൻസ് കാണിക്കുന്ന ഒരു വിദ്യയാണ് നമ്മുടെ അടുത്ത് നമുക്ക് പണി തരാൻ വേണ്ടിട്ട്. കഴിഞ്ഞോ? പറഞ്ഞു കഴിയുമ്പോ പറയണേ. ഞാൻ കഴിഞ്ഞു സാറേ. ഇതൊന്നും ഇല്ലാതെ ഈച്ചയാട്ടി ഒന്നും ഇരിക്കണം. ഒരു പേഷ്യന്റ് പോലും വരാത്ത ഒരു ദിവസം ഒന്നും. അല്ല, അങ്ങനെ ഒരു കാലഘട്ടം 10-30 കൊല്ലത്തിന് മുമ്പ്. ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? അന്നേരം അറിയാം. സാറിനും ഉണ്ട്, എനിക്കും ഉണ്ട്. അന്നേരം അറിയാം എന്തായിരിക്കും. അല്ല, അന്ന് നമ്മൾ ബുക്ക് വായിക്കുകയും വായി നോക്കുകയൊക്കെ ചെയ്തങ്ങ് പോയി. അതുകൊണ്ട്
ഈ പേഷ്യന്റ് എത്രയും കൂടുതൽ എനിക്ക് ഒരു ദിവസം ഒരു പേഷ്യന്റ് എന്നും വിളിച്ചില്ലെങ്കിൽ ഒരാളെ 2-3 പേരെങ്കിലും കൺസൾട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സ്ട്രെസ് ദിവസം. അല്ല സാറേ, ഇത് പർപ്പസ് ആയിട്ട് അവര് വന്നിരുന്നിട്ട് പിന്നെ ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്ന് നമ്മൾ ഈ 7:45 വന്നിട്ടും 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്നാണ് കാണുന്നത്. അങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് തോന്നുന്നു അതിന് ഒരുവിധം വേറൊരു പ്രാക്ടീസ് കാര്യം ചെയ്യാം. ഡോക്ടർ അത്ര ഫേമസ് ആയെങ്കിൽ വിത്ത് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഇത്ര മണിക്ക് ഇത്ര മണിക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്താൽ വേറെ കുഴപ്പമുണ്ട് ഡോക്ടറെ. അതായത് അപ്പോയിന്റ്മെന്റ് സമയത്ത് ചിലപ്പം ഒരാൾ വരൂല, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ പരസ്പരം ക്ലാഷ്, അതായത് ക്യൂ ഇരുന്ന് അകത്ത് വരുമ്പോ ക്ലാഷ്. ആദ്യം ആര് കാര്യം ചെയ്യാം ഡോക്ടറെ, അതിന് വേറൊരു കാര്യം ചെയ്യാം. അപ്പോയിന്റ്മെന്റ് ഇല്ലാത്ത സമയത്ത് ബാക്കിയുള്ളവരെ നോക്കാം. അപ്പോയിന്റ്മെന്റ് സമയത്ത് വരുന്നവരെ ആ സമയത്ത് നോക്കുക. ഇതെല്ലാം ക്ലാഷ് ആണ് പരസ്പരം, കാരണം പല സ്വഭാവക്കാരാണ്. അതായത് ഒരു ദിവസം ഡോക്ടർ ജ്യോതി ക്ലിനിക്കിൽ ഇരിക്കുമ്പോഴേ കുറച്ച് പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരാൾ വന്ന് പറഞ്ഞിട്ട് മരുന്ന് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ അകത്ത് കയറി. ആക്ച്വലി മരുന്നൊന്നും എടുത്തു വെച്ചിട്ടില്ലായിരുന്നു. മരുന്ന് അകത്ത് കയറിയിട്ട് പിന്നെ കാര്യമൊക്കെ പറഞ്ഞ് മരുന്ന് വാങ്ങിച്ച് പുറത്തിറങ്ങിയത് അടുത്ത പേഷ്യന്റ് കയറി കോളറിൽ പിടിച്ച്. രണ്ടുപേരും കൂടെ ഞങ്ങളുടെ മുറ്റത്ത് കിടന്ന് അടിയായിട്ട് രണ്ടുപേരും ഇറങ്ങി അങ്ങ് പോയി. പിറ്റേ ദിവസം രാവിലെ അവിടെ ക്യാമറയുണ്ട്. പിറ്റേ ദിവസം രാവിലെ വന്നിരിക്കുകയാണ് എന്താ പറയുക, ക്യാമറയുടെ പിക്സ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് തരാൻ പറ്റൂല, പോലീസ് പറഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് പലയിടത്തും ഉണ്ട്. നടക്കുന്ന സംഭവങ്ങളാണിത്. ഗവൺമെന്റ് ആശുപത്രിയിലെ അത്രയും പ്രശ്നം കാണുകയില്ല. ഒരു പ്രാവശ്യം ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് നീക്കിയല്ല അയാളെ. അവസാനം ഞാൻ തന്നെ നേരിട്ട് വന്നു. അവര് കൗണ്ടറിൽ ബഹളം ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പം അയാളെ പിടിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ അവിടുത്തെ SP ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ ചെയ്യാൻ പറ്റും? വേറൊരു പ്രാവശ്യം ഒരു ആള് ക്യൂയിൽ നിൽക്കാതെ വന്ന് ബഹളം വെച്ചപ്പം ഞാൻ അയാളെ വെറ്റോടിക്കാമെന്ന് നോക്കിയപ്പോ അയാള് അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറാണ്. എന്നാ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. DGP ഒന്ന് കയറിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുമോ? DGP ഒന്ന് കയറിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. പണി കിട്ടും നമുക്ക്, പണി കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം എല്ലാ ഡോക്ടർമാരും അഭിമുഖീകരിക്കുന്നുണ്ടാവും. പക്ഷെ ഇതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊന്ന് സാറ് പറഞ്ഞ പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. വേറെ മാർഗമൊന്നുമില്ല. ഡോക്ടർ ധനേഷ് കൈവക്കിയിട്ടുണ്ട്. ധനേഷിന് അതിനകത്ത് എന്തായാലും പറയാൻ കാണും. ധനേഷ് അതിനൊരു മറുപടി പറ. പുള്ളിക്കും കാണും ഇതേ പ്രശ്നമൊക്കെ കാണുമായിരിക്കും. കേൾക്കുന്നുണ്ടോ ഡോക്ടർ ധനേഷ്? സാറേ, പരിപാടി ഗംഭീരമായിരുന്നു. പിന്നെ ഇപ്പൊ അനിൽകുമാർ ഡോക്ടർ പറഞ്ഞ അതേ പ്രശ്നം നമുക്ക് സാധാരണമായി വരുന്നതാണ്. പക്ഷെ ഇപ്പൊ ഇടയായിട്ട് നമ്മൾ ഈ പട്ടാളത്തിന്റെ നിയമം നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ നിയമം എന്നാണ് പട്ടാളത്തിന്റെ നിയമമാണെങ്കിലേ ഇപ്പം പോലീസ് യൂണിഫോമിലാണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യും? 7 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കസേര ഇരിക്കില്ല, നിന്നോട്ടേ പ്രാക്ടീസ് ചെയ്യുള്ളൂ. അപ്പം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഈ വിശദമായിട്ട് സംസാരിക്കേണ്ടവര് രാവിലെ വരിക. അതുകൊണ്ട് എന്താ പ്രശ്നം 1-2 ചോദ്യം ചോദിക്കും. ഞാനൊരു റെമഡി പറയട്ടെ. ഞാന് 10-30 വർഷം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത. അവിടെ ഒരു ദിവസം 450 പേഷ്യന്റ് വരെ നോക്കിയുണ്ട്. വെളുപ്പിനെ 6:30-7 നോക്കിയിട്ട് വൈകിട്ട് 8 മണി വരെ നോക്കിയ ദിവസമുണ്ട്. അന്നേരം പേഷ്യന്റ് ഇങ്ങനെ ഇടിച്ചു വരും. എന്നാ അസുഖം? ആസ്മായ. എത്ര വർഷമായി? 30 വർഷമായി. ഇപ്പൊ എനിക്ക് നിൽക്കാൻ മേലെ, ഇരിക്കാൻ മേലെ. ഞാൻ പറയും ഒരു 10 അവിടെ കുറെ പ്ലാസിബോ പൊതിഞ്ഞു വെച്ചേക്കാൻ പറയും. ഇന്ന മരുന്ന് എടുത്തോണ്ടും വാ, നമ്മുടെ ആ മരുന്നിങ് എടുത്തോ, അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു എമർജൻസി വാർഡ് വരും. ഒരു കട്ടില്. ആ കട്ടില് ഇത് ഒരു അരമണിക്കൂർ ഇടയിട്ടുണ്ട്, 15 മിനിറ്റ് ഇടയിട്ട് കേട്ടിട്ട് എങ്ങനെ ഇരിക്കുന്നു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം, അതിനോടകം കുറഞ്ഞില്ലേ വരാൻ പറ്റും. ഓരോരുത്തരും പിന്നെ എന്നെ ഇടിച്ചു കണ്ടി എന്റെ അടുത്തോട്ട് വരാറ്. ഡോക്ടറെ, ഞങ്ങളുടെ OP മാത്രമുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ, അതല്ലേ വിഷയം. അതിലെ അർജന്റ് ഉള്ളവരെ വിടുക, എമർജൻസി കേസുകാരെ വിടുക. അതിന് ശേഷം ബാക്കിയുള്ളവർ ഡീറ്റെയിൽസ് ഉള്ളവരെ നാളത്തേന് വെക്കുക. നാളെ ഡീറ്റെയിൽസ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പേഴ്സണലായിട്ട് കൂടുതൽ സംസാരിക്കാനുണ്ട്, ഇത്ര നേരത്ത് വരാൻ പറയും. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു വിദ്യ എന്ന് പറഞ്ഞാല്, ഇപ്പൊ കളക്ടറാണ് വന്നെന്ന് വിചാരിക്കാം, DGP ആണോ അല്ലെങ്കിൽ SP ആണോ, ഇവരൊക്കെ വന്നെന്ന് പറഞ്ഞ് വെളിയിൽ നിന്ന് വിളിക്കുമ്പോൾ 1 മിനിറ്റ് കേട്ടോ, ഒരു VIP വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് 2 മിനിറ്റ് അത് കാര്യം ചോദിച്ചിട്ട് അങ്ങ് വിടും. അല്ലാതെ വേറെ മാർഗമില്ല. അത് നല്ലൊരു ടെക്നിക്ക്. അതൊരു ടിപ്പാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. കാരണം അല്ലെങ്കിൽ
ഇവരെ പിണക്കി കഴിഞ്ഞാൽ നമുക്ക് പണിയാണ്. അപ്പൊ അല്ലാതെ വേറെ മാർഗമില്ല. കാരണം അവരെ വിടണ്ടേ. അവര് യൂണിഫോമിലായിരിക്കും ചിലപ്പോൾ വരുന്നത്. ചിലപ്പം സാറ് പറഞ്ഞ പോലെ അറിയാതെ വന്ന് ഇരുന്ന് മാന്യമായിട്ട് കണ്ടിട്ട് പോകുന്ന ചില കളക്ടർമാരും ഓഫീസേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും അങ്ങനെ ആയിരിക്കത്തില്ലല്ലോ. അങ്ങനെ ഒരു വിഷയം എല്ലാ ഡോക്ടർമാരും അഭിമുഖീകരിക്കാൻ ഉണ്ടായിരുന്നാണ് എന്റെ വിശ്വാസം. എല്ലാവർക്കും ഉണ്ട്. എന്തായാലും നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാൻ. സമയം അധികം ഇല്ല. ഇല്ലെങ്കിൽ സാറിന് നന്ദി പറയാൻ അനുകുമാർ ഡോക്ടറിനെ തന്നെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഗുരുവായ സാറിന്റെ എന്താ പറയാ ട്രിവാൻഡ്രത്ത് വന്ന് നമ്മൾ കൂടിയതിന് ശേഷം സാറിന് സുഖമില്ലാതായി. പക്ഷെ എന്നിരുന്നാലും ആ ഊർജ്ജം ഒന്നും ഇപ്പൊ വിട്ടിട്ടില്ല. അതേപോലെ തന്നെ തുടരുകയാണ്. എന്തായാലും സാറിന്റെ ഇന്നത്തെ സെഷൻ വളരെ നന്നായിരുന്നു. അതിന് സാറിനെ ഞാൻ IFPCന്റെ പേരിൽ അഭിനന്ദിക്കുന്നു. ഇതിൽ പങ്കെടുത്ത ഓരോ ഡോക്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എനിക്ക് അവസരം തന്ന എല്ലാവർക്കും, ഇത് കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. അങ്ങനെ നല്ലൊരു ഹോമിയോ ഡോക്ടർ ആകുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള നല്ല നല്ല പോയിന്റുകൾ സാറ് നമുക്കിന്ന് പറഞ്ഞു തന്നു. സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ക്ലാസ്സുമായിട്ട് എത്രയും വേഗം വരണം. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നമ്മുടെ 1541 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.